കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് നാഗകന്യക 3 എപ്പിസോഡ് 2 സ്വാഗതം. അടുത്ത സീനിൽ 6 മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. മുംബൈയിലെ വലിയ ബിസിനസ്സുകാരനായ ആന്റി സൈഗളിന്റെ മക്കളുടെ വിവാഹം ഈ ഹോട്ടലിൽ വലിയൊരു ആഘോഷമായി നടത്തുന്നുണ്ടെന്ന് പ്രസ് റിപ്പോർട്ടേഴ്സ് ആ ഹോട്ടലിന്റെ മുന്നിൽ വെച്ച് പറയുകയാണ്. അവിടെ ആന്റി സൈഗളിനെയും മക്കളെയും കാണാൻ വേണ്ടി ഒത്തിരി പ്രസ് റിപ്പോർട്ടേഴ്സ് അവിടെ നിൽക്കുകയാണ്. ഈ സമയം ശേഖർ സൈഗളിനെ വിളിച്ചിട്ട്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്തിനാണ് പിന്നെയും പഴയ ക്ഷേത്രത്തിന്റെയും പാലസിന്റെയും പുറകെ പോകുന്നത്? നിനക്ക് 6 മാസം മുമ്പ് അവിടെ നടന്നത് ഓർമ്മയില്ലേ? മക്കളുടെ വിവാഹം നടത്താൻ ആ ഹോട്ടൽ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശേഖർ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ വാങ്ങിയ സ്ഥലത്ത് നിർത്തിവെച്ച കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുമെന്ന് പറയുകയാണ് സൈഗൾ. അവിടെ ഇച്ചാതാരി നാഗങ്ങൾ ഉള്ളതല്ലേ, റിസ്ക് എടുക്കണോ എന്ന് ശേഖർ ചോദിക്കുമ്പോൾ, നീ ഓരോന്നും പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്. എന്റെ 2 മക്കളുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അവിടെ അവരുടെ അമ്മമാരായ എന്റെ 2 വൈഫും ഒരുമിച്ചുണ്ടാകും. അത് തന്നെ വലിയൊരു ടെൻഷൻ ആണെന്ന് പറയുകയാണ് സൈഗൾ. ശേഷം സൈഗൾ ഫാമിലിയിലെ ആളുകൾ വരികയാണ്. അവരെ ഹോട്ടലിലുള്ളവർ വെൽക്കം ചെയ്യുകയാണ്. പ്രസ് റിപ്പോർട്ടേഴ്സ് അവിടെ വരുന്ന യുവിയോട് മണ്ഡപം ഷെയർ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ യുവി പ്രഥമനെ ചേർത്ത് നിർത്തിയിട്ട്, പ്രഥം എന്റെ സ്വന്തം ബ്രദർ ആണെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. സൈഗളിന്റെയും ശേഖറിന്റെയും മക്കളും അവരുടെ ഫ്രണ്ട്സും ആ ഹോട്ടലിലേക്ക് വരികയാണ്. അവർ ഒരുമിച്ച് റൂമിലിരുന്ന് മദ്യപിക്കുകയാണ്. പ്രഥമിന് ഡ്രിങ്ക്സ് കൊടുക്കുമ്പോൾ സുഹാനിക്ക് പ്രോമിസ് ചെയ്തതാണ്, അതുകൊണ്ട് വേണ്ട എന്ന് ആദിയോട് പറയുമ്പോൾ എല്ലാവരും പ്രഥമിനെ കളിയാക്കി ഓരോന്നും പറയുകയാണ്. അപ്പോൾ അവിടെ പേടിച്ച് നിൽക്കുന്ന ബുൾട്ടു അവരോട് ഈ ക്ഷേത്രത്തിന്റെയും പാലസിന്റെയും അടുത്തേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മറ്റുള്ളവർ ബുൾട്ടുവിന്റെ പേടിയെക്കുറിച്ച് ഓരോന്നും പറഞ്ഞ് ബുൾട്ടുവിനെ കളിയാക്കുകയാണ്. ഈ സമയം അവിടേക്ക് സൈഗളിന്റെ മകളായ കൊഹുവും ഹസ്ബൻഡ് ആർജയും വരികയാണ്. ശേഷം അവിടേക്ക് സൈഗളും സൈഗളിന്റെ ആദ്യത്തെ വൈഫായ സുമിത്ര സൈഗളും വരുന്നു. യുവിയുടെയും മഹിയുടെയും കൊഹുവിന്റെയും അമ്മയാണ് സുമിത്ര. സൈഗളിന്റെ 2ാമത്തെ വൈഫായ പൗർണമിയും അവിടെ വരുന്നു. പൗർണമി സൈഗളിന്റെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു റിപ്പോർട്ടർ സൈഗളിനോട് പൗർണമിയുമായി ഒഫീഷ്യലി വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സൈഗൾ, വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ മണ്ഡപം റെഡിയാക്കണോ? പൗർണമി ആദ്യം കാണുന്ന സമയം പൗർണമി ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാൻ പൗർണമിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ചത്. ഞങ്ങളുടെ മക്കളായ ആദ്യം പ്രഥമം ഉണ്ടായതെന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സുമിത്ര ദേഷ്യം വന്ന് ഹോട്ടലിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. സുമിത്രയുടെ മകനായ യുവിയുടെയും പൗർണമിയുടെയും മകനായ പ്രഥമിന്റെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത്. സുമിത്ര പോകുന്നത് കാണുന്ന സൈഗൾ പൗർണമിയുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അകത്ത് കയറുന്ന സൈഗൾ ശേഖറിനോട്, പ്രസ് റിപ്പോർട്ടേഴ്സിന് എന്റെ വിവാഹ ജീവിതം റിപ്പോർട്ടാക്കാനാണ് താല്പര്യം. ഞാൻ സുമിത്രയെ വിവാഹം കഴിച്ചത് അവൾ പണക്കാരിയായിരുന്നു. ഞാൻ പണക്കാരനായപ്പോൾ എന്റെ കൂടെ അവൾ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നി. എന്റെ 2 വൈഫും സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയുകയാണ് സൈഗൾ. ശേഷം സുമിത്രയുടെ കൂടെ പോകാൻ തുടങ്ങുന്നത് കാണുന്ന സൈഗളിന്റെ അടുത്ത് പൗർണമി വരുന്നു. പൗർണമി സൈഗളിനോട് റൂം കാണിച്ചു തരാൻ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ്. അത് കാണുന്ന സുമിത്ര സൈഗളിനോട്, ഈ ഹോട്ടലിൽ നമ്മുടെ ഫംഗ്ഷൻ മാത്രമല്ല നടക്കുന്നത്, പെണ്ണു വീട്ടുകാരുടെ ഫംഗ്ഷനും നടക്കുന്നുണ്ട്. അവർ ഇവിടെ വരുമ്പോൾ സൈഗൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് സുമിത്ര അവിടെ നിന്ന് പോകുന്നു. അത് കാണുന്ന സൈഗൾ പൗർണമിയോട് വരുന്നില്ല എന്ന് പറയുമ്പോൾ പിണങ്ങി നിൽക്കുന്ന പൗർണമി, എന്റെ 2 മക്കളെയും സ്വന്തം മക്കളെയും അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ ഓരോന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് പൗർണമി. ഞാൻ എന്റെ മക്കൾക്ക് അവരുടെ പേരിന് ചേർത്ത് എന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. ഈ സ്വത്തെല്ലാം സുമിത്രയുടെ ഡാഡിയുടേതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വത്തെല്ലാം എന്റെ ലീഗൽ മക്കളായ മഹിക്കും യുവിക്കും മാത്രമേ കിട്ടുകയുള്ളൂ. ഐ ആം സോറി, എനിക്ക് നിന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല എന്ന് പറഞ്ഞ് സൈക്കിൾ അവിടെ നിന്ന് പോവുകയാണ്. പൗർണമി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പൗർണമിയുടെ അടുത്ത് വരുന്ന പിങ്കി പൗർണമിയോട്, സ്വത്തുള്ളത് കൊണ്ടാണ് സൈക്കിൾ സുമിത്രയുടെ പുറകെ നടക്കുന്നതെന്നും ഈ കുടുംബത്തിൽ സുമിത്രയുടെ വാക്കിനാണ് വിലയുള്ളതെന്നും പറയുകയാണ്. ആ സമയം അവിടേക്ക് പൗർണമിയുടെ മകൻ പ്രഥമ വിവാഹം കഴിക്കാൻ പോകുന്ന സുഹാനിയുടെ അച്ഛൻ വരുന്നു. സുഹാനിയുടെ ഫാമിലി മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പ്രഥമവും സുഹാനിയും പ്രണയിച്ചവരാണ്. സുമിത്രയുടെ മകനായ യുവി വിവാഹം കഴിക്കാൻ പോകുന്ന ബേല നിർബന്ധിച്ചത് കൊണ്ടാണ് സുഹാനിയുടെയും പ്രഥമിന്റെയും വിവാഹം നടത്താൻ സുഹാനിയുടെ അച്ഛൻ സമ്മതിച്ചത്. ഈ സമയം മറുവശത്ത് റൂമിന്റെ അകത്ത് കയറുന്ന സുമിത്ര ബെഡിൽ കിടക്കുന്ന ഷോള് കണ്ട് അത് നാഗമാണെന്ന് വിചാരിക്കുന്ന സുമിത്ര പേടിച്ച് അലറി വിളിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സൈഗളും യുവിയും വരുന്നു. യുവി ഷോൾ എടുത്തിട്ട്, ഇത് ഞാൻ ബേലയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറയുകയാണ്. പേടിപ്പിച്ചതിന് യുവിയെ സുമിത്ര വഴക്കു പറയുകയാണ്. ഈ സമയം യുവിയുടെ ബേലയെ കാണിക്കുകയാണ്. ബേലയ്ക്ക് OCD ഉണ്ട്. ചുറ്റുപാട് എപ്പോഴും വൃത്തിയായിരിക്കണം. ബേലയുടെ അച്ഛൻ ബേലയോട്, ചെറുക്കന്റെ വീട്ടുകാർ വലിയൊരു പാർട്ടി നടത്തുന്നുണ്ട്, അതുകൊണ്ട് വില കൂടിയ ഗൗണ് വാങ്ങാൻ പറയുകയാണ്. വലിയ കുടുംബത്തിലേക്ക് മകളെ പറഞ്ഞു വിടുന്നതിനുള്ള ടെൻഷനിലാണ് ബേലയുടെ അച്ഛൻ. അത് കാണുന്ന ബേല, എന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അച്ഛൻ ഒരു ടെൻഷന്റെയും ആവശ്യമില്ല എന്ന് പറയുകയാണ്. നിന്റെ സമ്മതം എന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടുണ്ടായതല്ലേ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ബേലയുടെ അച്ഛൻ. ബേലയുടെ അച്ഛൻ സൈഗളിന് കുറെ ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. സുഹാനിയുടെ അച്ഛനായ മുൻഷി സൈഗളിന്റെ മകനുമായി ബേലയുടെ വിവാഹം നടത്താൻ സമ്മതിച്ചാൽ ബേലയുടെ അച്ഛൻ കൊടുക്കാനുള്ള ക്യാഷ് ഒന്നും കൊടുക്കണ്ട എന്ന് സൈഗൾ പറഞ്ഞു എന്ന് പറയുകയാണ്. അച്ഛന്റെ ബാധ്യത ഇല്ലാതാക്കാൻ
വേണ്ടിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്ന് പറഞ്ഞ് കുറ്റബോധത്തിൽ ഇരിക്കുകയാണ് ബേലയുടെ അച്ഛൻ. അടുത്ത സീനിൽ ബേല റെഡിയാവുകയാണ്. അപ്പോൾ അവിടേക്ക് യുവി വരുന്നു. യുവി ബേലയ്ക്ക് ഷോള് കൊടുക്കുകയാണ്. എന്നിട്ട് വിവാഹം കഴിഞ്ഞാലുടൻ ഈ നാട് വിട്ട് നമ്മൾ പോകുമെന്ന് യുവി പറയുകയാണ്. എന്തിനാണ് ഈ നാട് വിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ യുവി ബേലയെ റൊമാൻറ്റിക്കായി ചേർത്ത് നിർത്തുകയാണ്. ആ സമയം അവിടേക്ക് കുളി കഴിഞ്ഞ് സുഹാനി വരുന്നു. സുഹാനി അവിടെ കാണുന്ന യുവി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അത് കാണുന്ന ബേല, ഇത് ബ്രൈഡിന്റെ റൂമാണ്, ഞങ്ങൾ രണ്ടുപേരും ഈ റൂം ഷെയർ ചെയ്യുകയാണെന്ന് പറയുന്നത് കേൾക്കുന്ന യുവി, ബേലയ്ക്ക് പ്രൈവറ്റായി ഈ ഒരു റൂം കൊടുക്കാൻ വേണ്ടി ഞാൻ ഹോട്ടലുകാരോട് പറഞ്ഞതാണെന്ന് പറയുകയാണ്. വിഷ് ഖന്ന ഈ ഹോട്ടലിലെ എല്ലാ റൂമും ബുക്ക് ചെയ്തു എന്ന് സുഹാനി പറയുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന യുവിയോട് ബേല, അവർ കോടീശ്വരിയാണ്, അതുകൊണ്ടാണ് ഈ ഹോട്ടലിലെ എല്ലാ റൂമും ബുക്ക് ചെയ്തതെന്ന് പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന യുവി അവിടെ നിന്ന് പോവുകയാണ്. ബേല വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന സുഹാനി ബേലയോട്, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോ, അതോ എന്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണോ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ബേല ഓരോ തമാശ പറഞ്ഞ് ആ സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ്. മറുവശത്ത് യുവി റിസപ്ഷനിൽ പോയി റൂം കിട്ടാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാക്കുകയാണ്. അവിടേക്ക് മറ്റുള്ള 7 പേരും വരികയാണ്. വിഷ് ഖന്നയുടെ എല്ലാ ബുക്കിങ്ങും ക്യാൻസൽ ചെയ്യാൻ പറയുകയാണ് യുവി. വിഷ് ഖന്ന ആ ഹോട്ടലിലേക്ക് വരുന്നുണ്ടെന്ന് അറിയുന്ന യുവി, എന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് യുവി വിഷിനെ കാണാൻ വേണ്ടി പോകുന്നത്. ആ സമയം ആ ഹോട്ടലിന്റെ മുന്നിലേക്ക് വിഷ് വരികയാണ്. വിഷ് വരുന്നത് കാണുന്ന 8 പേരും കണ്ണും തള്ളി നിൽക്കുകയാണ്. വിഷ് അടുത്തുകൂടി പോകുന്നത് നോക്കി അവർ നിൽക്കുന്നത് കാണുന്ന വിഷ് അവർ ഹോട്ടലിലുള്ളവരായിരിക്കുമെന്നും അവർ വിഷിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ച് വിഷ് കയ്യിലിരിക്കുന്ന കോട്ട് യുവിയുടെ നേരെ എറിയുകയാണ്. എന്നിട്ട് റൂമിൽ കൊണ്ടുവരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന യുവി വിഷിനോട് നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് വിഷിന്റെ അടുത്ത് പോയിട്ട് വിഷിനോട്, ഞാൻ ഹോട്ടലിലെ സ്റ്റാഫ് അല്ല, യുവി ആണെന്നും നിങ്ങൾ എന്തിനാണ് എല്ലാ റൂമും ബുക്ക് ചെയ്തതെന്നും ചോദിക്കുകയാണ്. റൂം എല്ലാം ബുക്ക് ചെയ്തത് എന്റെ കൂടെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ്, എനിക്ക് എല്ലാ സ്ഥലത്തും ബിസിനസ് ഉണ്ട്, എന്റെ യഥാർത്ഥ പ്ലേസ് വളരെ ദൂരെയാണെന്ന് പറഞ്ഞിട്ട് വിഷ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ യുവി, ഇന്ന് ഈ ഹോട്ടലിൽ പാർട്ടിയുണ്ട്, അവിടേക്ക് വിഷിനോട് വരാൻ പറയുകയാണ്. ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് വിഷ് അവിടെ നിന്ന് പോകുന്നത് നോക്കി എല്ലാവരും വിഷിൽ ഇംപ്രസ് ആയി നിൽക്കുകയാണ്. മറുവശത്ത് സുഹാനിയുടെ അച്ഛൻ മുൻഷി സുഹാനിയെ കാണാൻ റൂമിൽ വരികയാണ്. മുൻഷി നിർബന്ധിച്ചത് കൊണ്ടാണ് ബേല യുവിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. അതുപോലെ തന്നെ ബേല നിർബന്ധിച്ചത് കൊണ്ടാണ് മുൻഷി സുഹാനിയുടെയും പ്രഥമിന്റെയും വിവാഹത്തിന് സമ്മതിച്ചത്. സുഹാനി റെഡിയായത് കാണുന്ന മുൻഷി പെട്ടെന്ന് റെഡിയായി രണ്ടുപേരും താഴേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. സുഹാനി ബേലയെ കെട്ടിപ്പിടിച്ച് അച്ഛനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചതിന് താങ്ക് യു എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ വിഷ് പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ മണിനാഥം കേൾക്കുന്ന വിഷ് ക്ഷേത്രത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. 6 മാസം കഴിഞ്ഞു, ഇനി കഥയിലെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാനുള്ള സമയമായി, അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ട സമയമായി, അവസാന തീരുമാനം എടുക്കേണ്ട സമയമായി എന്ന് പറഞ്ഞ് വിഷ് അവിടെ നിന്ന് പോവുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിഷ് ഒരു നാഗകന്യകയാണ്. ശേഷം പാർട്ടി നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്ക് എല്ലാവരും വരികയാണ്. പൗർണമി വരുന്നത് കാണുന്ന സുമിത്ര മാറി നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് സുഹാനിയും ബേലയും വരുന്നു. സുഹാനിയുടെ അടുത്ത് വരുന്ന സഹോദരൻ രോഹിത് സുഹാനിയോട്, പ്രഥമിന്റെ പുറകെ നടക്കുന്ന സമയത്ത് മഹിയുടെ പുറകെ നടന്നിരുന്നു എങ്കിൽ ഈ സൈക്കിൾ കുടുംബം നിനക്ക് ഭരിക്കാമായിരുന്നു എന്ന് പറയുകയാണ്. ഇതേ സമയം യുവി ബേലയോട് റൊമാൻറ്റിക്കായി ഓരോന്നും പറയുന്നത് കേട്ട് ഇഷ്ടപ്പെടാത്ത ബേല യുവിയുടെ അടുത്ത് നിന്ന് പോകുന്നു. ഈ സമയം ചെരുപ്പ് വെട്ടി വീഴാൻ പോകുന്ന സുമിത്രയെ വീഴാതെ പിടിക്കുകയാണ് ബേല. എന്നിട്ട് ബേല സുമിത്രയുടെ ചെരുപ്പ് ശരിയാക്കി കൊടുക്കുകയാണ്. ബേലയുടെ നിഷ്കളങ്കമായ സ്വഭാവം കാണുന്ന സുമിത്ര ബേലയോട്, നിന്നെ പോലൊരു നല്ല പെൺകുട്ടിയെയാണ് യുവിക്ക് കിട്ടുന്നത്, യുവി ഭാഗ്യവാനാണ്, നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തുടർന്ന് പഠിക്കാം, നമ്മൾ ആരെയും ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല, എപ്പോഴും സ്വന്തം കാലിൽ തന്നെ നിൽക്കണം, നീ എനിക്ക് മരുമകളല്ല മകളാണെന്ന് പറയുകയാണ് സുമിത്ര. എനിക്കും സ്വന്തം അമ്മയില്ല, എനിക്ക് ആന്റിയെ അമ്മായി അമ്മയായി കാണുന്നതിനേക്കാൾ ഇഷ്ടം അമ്മ എന്ന് പറയാനാണ്, എനിക്ക് അതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയുകയാണ് ബേല. യുവിയുടെ സഹോദരനായ എന്റെ മൂത്ത മകൻ മഹിയെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബേലയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് സുമിത്ര. സുമിത്ര ബേലയോട്, യുവി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മഹിയോട് പറഞ്ഞാൽ മതി, മഹി ആ പ്രശ്നം സോൾവ് ചെയ്ത് തരും, മഹിയെ എപ്പോഴും സ്യൂട്ടിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ, മഹി 3 മണിക്കൂർ മാത്രമേ ഉറങ്ങുകയുള്ളൂ, ബാക്കി സമയം മുഴുവൻ ജോലി ജോലി ഫയൽ പാർട്ടീസ് എന്ന് പറഞ്ഞ് നടക്കും, പാർട്ടിയിൽ വന്നാലോ എപ്പോഴും ചെവിയിൽ ബ്ലൂടൂത്ത് ഉണ്ടാകുമെന്ന് പറയുന്ന സമയം മഹിയെ കാണിക്കുകയാണ്. മഹി ബ്ലൂടൂത്തിൽ ഒരാളോട് സംസാരിച്ചു കൊണ്ട് വരികയാണ്. അപ്പോൾ ഹോട്ടലിലെ സ്റ്റാഫ് ഒരു മുത്തശ്ശിയെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാത്തത് കാണുന്ന മഹി ബ്ലൂടൂത്തിൽ സംസാരിച്ചു കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഒരിടത്ത് ഇരുത്തുകയാണ്. ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന വെയിറ്ററിന്റെ മുത്തശ്ശിയായിരുന്നു അത്. മുത്തശ്ശിക്ക് കുടിക്കാൻ ഡ്രിങ്ക്സും മഹി വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ
ഹോട്ടലിന്റെ സ്റ്റാഫിനെ മാറ്റി നിർത്തിയിട്ട് അയാളോട് ബന്ധങ്ങളെ കാശിനോട് താരതമ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളുടെ കഴുത്ത് ഞെരിക്കും. നല്ലത് ചെയ്യുന്നവർക്ക് ഞാൻ ഗുഡ് ആയിരിക്കും, പക്ഷെ തെറ്റ് ചെയ്യുന്നവർക്ക് അവർ വിചാരിക്കുന്നതിനേക്കാൾ ഞാൻ ബാഡ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മഹി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം മഹിയെ കാണുന്ന സുമിത്ര ബേലയ്ക്ക് മഹിയെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് സുമിത്ര മഹിയുടെ അടുത്തേക്ക് പോവുകയാണ്. തുടർന്ന് സുമിത്ര മഹിയോട് ബേലയെ കുറിച്ച് പൂഴ്ത്തി ഓരോന്ന് പറയുകയാണ്. എന്നിട്ട് മഹിയോട് യുവി കാരണം ബേലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. കടം തീർക്കാൻ വേണ്ടിയാണ് ബേല ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ബേലയുടെ മനസ്സ് വേദനിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വിഷമത്തോടെ സുമിത്ര പറയുമ്പോൾ ഞാനുണ്ട് അമ്മ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് മഹി. അത് കേട്ട് സന്തോഷം തോന്നുന്ന സുമിത്ര മഹിയെ വിളിച്ചുകൊണ്ട് ബേലയുടെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം മഹിയുടെ മുന്നിലൂടെ വിഷു പോകുന്നു. മഹി വിഷു പോകുന്നത് നോക്കിയിട്ട് മഹി സുമിത്രയുടെ പുറകെ പോവുകയാണ്. ശേഷം മഹിയെ സുമിത്ര ബേലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. ഈ സമയം യുവി വിഷിന്റെ അടുത്ത് നിൽക്കുകയാണ്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യുവിയുടെ വിവാഹം അനൗൺസ് ചെയ്യുന്നത് കേൾക്കുന്ന വിഷ് യുവിയോട് വിവാഹം കഴിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ യുവിയുടെ സ്റ്റാറ്റസ് ഇപ്പോൾ സിംഗിൾ ആണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന യുവി വിഷിനോട് വൈഫിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ എനിക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ട്, പക്ഷേ ലൈഫിൽ വിഷിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ ഇനി ഒരു അവസരം ഉണ്ടാകുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് യുവി വിഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് ബേല കാണുന്നു. അത് കണ്ട് ബേല വിഷമിച്ച് നിൽക്കുന്നത് സുമിത്ര കാണുകയാണ്. ശേഷം വിഷും യുവിയും ഡാൻസ് ചെയ്യുകയാണ്. എല്ലാവരും അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. ബേല വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന മഹി ബേലയെ യുവിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് യുവിയുടെയും ബേലയുടെയും കൈകൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് മഹി അടുത്ത് നിൽക്കുന്ന വിഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ശേഷം മഹിയോട് പേര് വിഷ് ആണെന്ന് പറഞ്ഞിട്ട് വിഷ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. ഈ സമയം ബേലയുടെ കൂടെ ഡാൻസ് ചെയ്യുകയാണ് യുവി ബേലയുടെ കൂടെ ഡാൻസ് ചെയ്യുകയാണെങ്കിലും നോക്കുന്നതെല്ലാം വിഷിനെയാണ്. വിഷ് ഡ്രിങ്ക്സ് കഴിക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് മാനേജർ കരൺ വിഷിനോട് സംസാരിക്കുകയാണ്. വിഷു അവിടെ നിന്ന് പോകുന്നത് കാണുന്ന ആദി വിഷിന്റെ അടുത്ത് പോകുമ്പോൾ വിഷ് യുവിയെ നോക്കിയിട്ട് രാത്രിയുടെ രസം ഇരുട്ടിലാണ് കിട്ടുന്നത്, വെളിച്ചത്തിലല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അത് കേൾക്കുന്ന യുവി ബേലയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ബേലയുടെ അടുത്ത് വരുന്ന അച്ഛൻ യുവി പോകുന്നത് നോക്കി നിൽക്കുന്നത് കാണുന്ന ബേല യുവി ഇത്രയും നേരം ഡാൻസ് ചെയ്തത് കൊണ്ട് കുറച്ചു നേരം പുറത്തേക്ക് കാറ്റുകൊള്ളാൻ പോയതാണ്, അച്ഛൻ കൂടുതൽ ആലോചിച്ച് കൂട്ടണ്ട എന്ന് പറഞ്ഞ് ബേല സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ സമയം ഹോട്ടലിന്റെ പുറത്ത് വരുന്ന വിഷിന്റെ പുറകെ യുവിയും വരികയാണ്. യുവിയോട് ഈ ഹോട്ടലിന്റെ ഏരിയ എവിടെ വരെ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുവി അതുവരെയാണ് നമ്മുടെ സ്ഥലം എന്ന് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന വിഷു പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് വിഷു മുന്നോട്ട് നടക്കുകയാണ്. പുറകെ യുവിയും പോകുന്നു. വിഷു പുറകിൽ നോക്കിയാണ് പോകുന്നത്. പഴയ പാലസിന്റെ അടുത്ത് വരെ വരുമ്പോഴാണ് യുവിക്ക് സ്ഥലം മനസ്സിലാകുന്നത്. യുവി ഇവിടെ വന്നത് എന്തിനാണെന്ന് വിഷുവിനോട് ചോദിക്കുമ്പോൾ മൂന്നാമതൊരാൾ വരാത്ത ഒരു സ്ഥലം നോക്കി പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിഷു അവിടെ നിന്ന് ഓടി പോവുകയാണ്. പുറകെ യുവിയും പോകുന്നു. ഇതെല്ലാം കരണും മറിഞ്ഞു നിന്ന് കാണുകയാണ്. കരണിന് വിഷിന്റെ കാര്യത്തിൽ ഡൗട്ട് തോന്നുകയാണ്. ശേഷം യുവിയുടെ മുന്നിൽ ഒരു വലിയ നാഗം വരുന്നു. ആ വലിയ നാഗത്തിനെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് യുവി. പേടിക്കുന്ന യുവി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. യുവിയുടെ പുറകെ നാഗവും പോകുന്നു. അപ്പോൾ യുവിയുടെ മുന്നിൽ മഹി വരുന്നു. പേടിച്ചു നിൽക്കുന്ന യുവി നാഗത്തിന്റെ കാര്യം മഹിയോട് പറയുകയാണ്. യുവി പറയുന്നതൊന്നും വിശ്വസിക്കാതെ നിൽക്കുന്ന മഹി യുവി ഇവിടെ വന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ആ സമയം വിഷു അവിടെ വരുന്നു. വിഷു കാട്ടിന്റെ അകത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് ശരിയായില്ലേ എന്ന് യുവിയോട് പറയുകയാണ്. വിഷിനെ കാണുന്ന മഹി വിഷിനെ നോക്കിയിട്ട് ഇതാണോ നീ പറഞ്ഞ നാഗം എന്ന് പറഞ്ഞിട്ട് മഹി യുവിയോട് പാർട്ടിയിലേക്ക് തിരിച്ചു പോകാൻ ദേഷ്യത്തോടെ പറയുകയാണ്. പേടിച്ചു നിൽക്കുന്ന യുവി മഹി പറഞ്ഞത് കേട്ട് അവിടെ നിന്ന് പോകുന്നു. യുവി പോകുന്നത് കാണുന്ന മഹി വിഷിനോട് എന്നെ പറ്റി നിനക്ക് അറിയില്ല, നല്ലത് ചെയ്യുന്നവർക്ക് നല്ലവനായിരിക്കും, തെറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ബാഡ് ആയിരിക്കും എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിഷു എന്റെയും സ്വഭാവം അതുപോലെ തന്നെയാണ്, പക്ഷെ എനിക്ക് ഒരു സ്വഭാവം കൂടിയുണ്ട്. ആരെങ്കിലും എന്നോട് നിനക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കാര്യം ഞാൻ തീർച്ചയായും ചെയ്യുമെന്ന് പറയുകയാണ് വിഷു. അത് കേൾക്കുന്ന മഹി ഇനി വിവാഹത്തിന് 6 ദിവസം കൂടി ബാക്കിയുണ്ട്, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് ചെയ്യാം, നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടതിന് നീ ആഘോഷിക്കുകയാണ് വേണ്ടതെന്ന് പറയുകയാണ് മഹി. ഒരു കാര്യത്തിൽ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയാൽ അത് പെട്ടെന്ന് മാറില്ല, നീയാണ് എന്റെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, നീയാണ് എന്റെ കൺമുമ്പിൽ ആദ്യം വന്നിരുന്നു എങ്കിൽ നീ രക്ഷപ്പെടാൻ ഒത്തിരി പാടുപെടുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷു അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ മദ്യപിച്ചിരിക്കുന്ന വിഷിന്റെ അടുത്ത് വരുന്ന കരൺ നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം, ഞാൻ ഈ കാര്യം ആരോടും പറയേണ്ട എങ്കിൽ റൂമിലേക്ക് വരാൻ പറയുകയാണ് കരൺ. അത് കേട്ട് പേടിച്ചിരിക്കുകയാണ് വിഷ്. ഈ സമയം എൻഗേജ്മെന്റ് പൂജ നടക്കാൻ പോവുകയാണ്. മറുവശത്ത് വിഷു കരണിന്റെ റൂമിൽ പോവുകയാണ്. റൂമിന്റെ അകത്ത് കയറുന്ന വിഷു കരണിനോട് ആരോടൊന്നും പറയരുതെന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ്. അത് കേൾക്കുന്ന കരൺ വിഷിന്റെ അടുത്ത് പോയിട്ട് റൊമാൻറ്റിക്കായി പെരുമാറുന്നത് കാണുന്ന വിഷിന്റെ കണ്ണിന്റെ നിറം മാറുന്നു. വിഷിന്റെ കണ്ണിൽ വിക്രാന്ത് മരിച്ച സമയത്ത് കണ്ട കരണിന്റെ മുഖം വിഷിന് ഓർമ്മ വരികയാണ്. വിഷു നാഗമായി മാറുന്നു. വിഷിന്റെ നാഗരൂപം കണ്ട് കരൺ പേടിച്ച് നിൽക്കുകയാണ്. നാഗം കരണിനെ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ച് കരണിനെ
കരണിനെ കൊത്തുകയും കരൺ മരിക്കുകയും ചെയ്യുന്നു. ഈ സമയം പ്രഥമിന്റെയും സുഹാനിയുടെയും എൻഗേജ്മെന്റ് കഴിയുകയാണ്. അത് കഴിഞ്ഞ് യുവി ബേലയ്ക്ക് മോതിരം ഇട്ട് കൊടുക്കാൻ പോകുന്ന സമയം നാഗം കരണിനെ മുകളിൽ നിന്നും താഴേക്ക് എറിയുകയാണ്. കരൺ പൂളിൽ പോയി വീഴുകയാണ്. ഈ സമയം യുവിയുടെ കയ്യിൽ നിന്ന് മോതിരം തറയിൽ വീഴുമ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകുന്ന ബേല പൂളിൽ കരൺ മരിച്ചു കിടക്കുന്നത് കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. കരണിന്റെ ഡെഡ് ബോഡി എല്ലാവരും കാണുകയാണ്. കരണിന്റെ ഡെഡ് ബോഡി പൂളിൽ കിടക്കുന്നത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം ആദ്യത്തെ പ്രതികാരം ചെയ്തു തീർത്ത സന്തോഷത്തിൽ നിൽക്കുകയാണ് വിഷ്. ഇനി 9 പേരും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷിന്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കും എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്